Okay, the expenses budgeted for production of 10,000 unit in a factory are furnished below. 10,000 യൂണിറ്റിന്റെ ഡീറ്റെയിൽ ആണ് തന്നിരിക്കുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് 70 രൂപയാണ് പെർ യൂണിറ്റ്, ലേബർ കോസ്റ്റ് 25 ആണ്, വേരിയബിൾ ഓവർ ഹെഡ് 20 ആണ്, ഫിക്സഡ് ഓവർ ഹെഡ് 1 lakh ആണ്, ഇസിക്കൽ ടു 10 ആണ്. ദ വേരിയബിൾ എക്സ്പെൻസ് ഡയറക്റ്റ് 5 ആണ്, സെല്ലിംഗ് എക്സ്പെൻസ് 20% ഫിക്സഡ് ആണ് 15, ദ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 10% ഫിക്സഡ് ആണ് 10, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 50,000 ആണ് 5. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽ പെർ യൂണിറ്റ് 160 ആണ്, 160. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കും പ്രിപ്പയർ ബഡ്ജറ്റ് ഫോർ പ്രൊഡക്റ്റ് ഓഫ് 8,000 യൂണിറ്റ്. ഓക്കെ, പ്രൊഡക്റ്റ് അല്ല പ്രൊഡക്ഷൻ അല്ലേ, പ്രൊഡക്ഷൻ ഓഫ് 8,000 യൂണിറ്റ്. ഇതിൽ നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കുകയാണ്. ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഇവിടെ ഒരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 10,000 യൂണിറ്റിന്റെ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. ഔട്ട്പുട്ട് പെർ യൂണിറ്റും അതുപോലെ തന്നെ 8,000 പെർ യൂണിറ്റിന്റെ അല്ല ടോട്ടലിന്റെയും ഒരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഇതിൽ മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്യും. മെറ്റീരിയൽ വന്നിരിക്കുന്നത് എത്രയാ പെർ യൂണിറ്റ്? എത്രയാ? 70 ആണ് അല്ലെ, 70 ആണ്. ടോട്ടൽ യൂണിറ്റ് എത്രയാ? 10,000 ആണ്. 10,000 ഒരു 70, 70,000. ഓക്കെ, ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ലേബർ ആണ്. ലേബർ പെർ യൂണിറ്റ് 25 ആണ്. അപ്പൊ എത്രയായിരിക്കും? 2 lakh, സോറി 10,000 into 70, 7 lakh. Then 25 into 10,000, 2 lakh 50,000. 2 lakh 50,000. Okay. Then direct expense. Five ആണ്. Five into 10,000, 50,000. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 വരും. 10 lakh വരും. 10 lakh ബാക്കി വരികയാണ്, ബാക്കി വരുന്നുണ്ട്. ഇനി ഫാക്ടറി ഓവർ ഹെഡിലേക്ക് എടുക്കുകയാണ്. ഫാക്ടറി ഓവർ ഹെഡ്, അതിൽ വാരിയബിൾ ആണ്. വാരിയബിൾ 20, 2 lakh. ഫിക്സഡ് 10 ആണ്. 10 into 10,000, 1 lakh. 100, 30, 130, 13 ലക്ഷം. 13 ലക്ഷം. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. 5 ആണ്. 5 into 10,000, 50,000. നമ്മള് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് എത്തി. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി 135, 13,50,000. സെല്ലിംഗ് എക്സ്പെൻസ്. സെല്ലിംഗ് എക്സ്പെൻസ് ശ്രദ്ധിച്ചോളൂ. ഫിക്സഡ് 20% പറഞ്ഞിട്ടുണ്ട്, ബാക്കി 80% വാരിയബിൾ ആയിരിക്കും. ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഫിക്സഡ് എഴുതാണ്. ഫിക്സഡ് 20% ഓഫ് 15, കാരണം 3 രൂപ വരും. 3 into
30,000 വരും. വേരിയബിൾ എന്ന് പറയുന്നത് 80% ഓഫ് 15 എന്ന് പറഞ്ഞാൽ 12 രൂപ വരും. 12 × 10 1,20,000 വരും. ഇനി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 10% ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10% ഓഫ് 10 എന്ന് പറഞ്ഞാൽ 1 രൂപ വരും. 1,10,000-ന് 10,000 വരും. അപ്പൊ അതിൽ വേരിയബിൾ എത്ര ഉണ്ടാവും? വേരിയബിൾ 90% ഓഫ് 10 എന്ന് പറഞ്ഞാൽ 9 രൂപ വരും. 9 × 10,000 90,000 ഉണ്ടാവും. അപ്പൊ നമുക്ക് അവൈലബിൾ ആയതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 160 വരും. മറ്റത് 16 ലക്ഷം വരും. ഓക്കെ, ദെൻ നമ്മൾ 80,000 യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ മെറ്റീരിയൽ 70 ആണെങ്കിൽ 70 ഡയറക്റ്റ് ആണ്. 70 × 8 56 5,60,000 വരും. 5,60,000. ദെൻ 25 രൂപയാണ് പെർ യൂണിറ്റ് ലേബർ വരുന്നത്. അപ്പോൾ 25 × 8 2 ലക്ഷം വരും. ദെൻ 5 ആണ് ഡയറക്റ്റ് എക്സ്പെൻസ്. 5 × 8 40,000 വരും. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 100 വരും. ഇവിടെ 8 ലക്ഷം വരും. നമ്മൾ ഫാക്ടറി ഓപ്പറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ 20 ആണ് വേരിയബിൾ. ദെൻ 1,60,000 വരും. 20 × 8,000. ദെൻ ഫിക്സഡ് അതിൽ ഒരു 1 lakh ഫിക്സഡ് ആണ്. 1 lakh ഫോർ 8,000 യൂണിറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 1 lakh ഡിവൈഡ് ബൈ 8,000 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12.5 എന്ന് കിട്ടും. 12.5 പെർ യൂണിറ്റ് കോസ്റ്റ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 132.5. ഇവിടെ 10,60,000. 10,60,000. ദെൻ നമ്മൾ അതിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു. അത് ഫിക്സഡ് ആണ്. എത്ര വന്നിരിക്കുന്നത്? 50,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 50,000 ഡിവൈഡ് ബൈ 8,000 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6.25 കിട്ടും. 6.25. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും 138.75. ടോട്ടല് 11,10,000. നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൺസിഡർ ചെയ്യുന്നു. 30,000 ആണ് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കും. 30,000 ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ 3.75 കിട്ടും. ദെൻ 12 ഇൻറ്റു, ഇത് 12 ആണ് വരുന്നത്. 12 × 8,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 96,000 കിട്ടും. ദെൻ 1 പിന്നെ 9 ആണ് വരുന്നത്. ഇവിടെ ഫിക്സഡ് ആയിട്ട് എത്ര വരുന്നുണ്ട്? 10,000 വരുന്നുണ്ട്. ഇവിടെ 72,000 വരുന്നുണ്ട്. 72,000. അവിടെ വരുന്നത് 1.25 അതുപോലെ 9 ആണ്. 9 ആണ്. ടോട്ടൽ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ 164.75 ഉണ്ടാവും. 13,18,000. ഓക്കെ, 18,000. ഇതാണ് ടോട്ടൽ cost incurred to produce 8,000 unit of product.